ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫ്രണ്ട് ചോദിക്കുകയുണ്ടായി, അതായത് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുകയുണ്ടായി, എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ടി വികൾ അടുക്കി വെച്ച് പോലെയുള്ള ചിത്രങ്ങൾ വരുന്നു എന്ന്. അപ്പം ഞാനും മനസ്സിലാക്കി, എനിക്കും ഇതൊരു പുതിയൊരു അനുഭവമാണ്. കാരണം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്കും ഒരു ആകാംക്ഷ, ഇതെന്താ കാരണമെന്ന്. അപ്പോൾ അവർ കമൻറ്റിൽ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ടി വി. അപ്പം ഞാൻ ഇത് മനസ്സിലാക്കി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മുടെ യൂട്യൂബ് ലൈഫിൽ ഇത് ആർക്കും വരാവുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഇതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇനി വരും കാലങ്ങളിൽ നമുക്കത് വന്നാൽ കൂടി നമുക്ക് ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ടി വി ഷോറൂമായിട്ട് വരുന്ന ഈ ഒരു ചിത്രം കണ്ടപ്പോൾ എനിക്കും ഒരു ആകുലതയുണ്ട്, ഇതെന്താ കാരണമെന്ന്. ഇതറിയാൻ വേണ്ടി ഞാൻ സെർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. യൂട്യൂബിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ രൂപത്തിലോ അല്ലെങ്കിൽ കമൻറ്റിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ക്രോമിൽ പോയ ശേഷം സൈൻ ഇൻ ഇവിടെ കാണാൻ കഴിയും. ഈ സൈൻ ഇനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ടി വി ഷോറൂം തുറന്ന പോലെ ഇങ്ങനെയുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഈ ഓപ്ഷൻ കൊണ്ട് ഒരിക്കലും പേടിക്കേണ്ടതില്ല, നമുക്ക് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ മുകളിൽ കാണുന്ന 3 ഡോട്ടിൻ്റെ ഒരു സിമ്പിൾ ഉണ്ട്, അത് നമുക്ക് എങ്ങനെ എനേബിൾ ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് എടുത്ത ശേഷം ഇതിൽ മോസ്റ്റ് ടൂൾസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ പോയ ശേഷം ഇവിടെ നമുക്ക് താഴത്ത് കാണാൻ കഴിയും ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ നമ്മൾ ആൾ ടൈം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യും. ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആൾ ടൈം എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെയുള്ള ഓപ്ഷൻ എല്ലാം എനേബിൾ ചെയ്ത് വെക്കുക. ഇതിൽ ടിക്ക് മാർക്ക് കാണുന്നുണ്ടല്ലോ, ഇതെല്ലാം എനേബിൾ ചെയ്യുക. ഇതിൽ കുക്കീസ് അങ്ങനെയുള്ള ഓരോന്നും ചോദിക്കുന്നുണ്ട്, അതെല്ലാം എനേബിൾ ചെയ്ത ശേഷം ക്ലിയർ ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം കുറച്ച് സമയമെടുക്കും ഇതൊന്നും നമുക്ക് ക്ലിയർ ആയി വരുന്നതിൻ്റെ പുതിയൊരു പേജ് ഓപ്പൺ ആവാൻ. എന്നതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് അപ്ലോഡ് ആയി ശേഷം, അതായത് ലോഡ് ആയ ശേഷം ഇതുപോലെ എല്ലാം ക്ലിയർ ആയി എന്നുള്ള ഒരു സിഗ്നലാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എല്ലാം എല്ലാം റെഡി. അപ്പോൾ ഇങ്ങനെ ബാക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ക്ലിയർ ആവാൻ വേണ്ടി എല്ലാം കട്ട് ചെയ്ത ശേഷം ഒന്ന് റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്ത ശേഷം നമുക്ക് യൂട്യൂബ് ഒന്നും കൂടി രണ്ടാമറി എടുത്ത ശേഷം നമുക്ക് ഒന്നും കൂടി ഇവിടെ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി അക്കൗണ്ട് കൊടുക്കേണ്ടതാണ്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് യൂട്യൂബ് പഴയ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. യൂട്യൂബിനെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.